ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്യൂകാരൻ്റെ വീക്ക്ലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അപ്പോയിന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ബി.ആർ. ഗവായിയെ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരെ, സുപ്രീം കോടതി ജഡ്ജിമാരെ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ, ഹൈക്കോടതി ജഡ്ജിമാരെ, ഇവരെ എല്ലാവരെയും അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഇന്ത്യൻ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് നമ്മളുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ബി.ആർ. ഗവായിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ബുദ്ധമതത്തിൽ നിന്ന് വരുന്ന ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഖ്യാതി നമ്മളുടെ ബി.ആർ. ഗവായിക്കാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ 2ാമത്തെ ദളിത് ചീഫ് ജസ്റ്റിസ് ആണ് നമ്മളുടെ ബി.ആർ. ഗവായി എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ആദ്യത്തെ ഇന്ത്യയുടെ ദളിതനായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമുക്ക് അഭിമാനിക്കാവുന്ന മലയാളിയായ ജസ്റ്റിസ് കെ.ജി. ബാലകൃഷ്ണനാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അതുപോലെ മലയാളിയായ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് കെ.ജി. ബാലകൃഷ്ണൻ തന്നെയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരുടെ റിട്ടയറിംഗ് ഏജ് എന്ന് പറയുന്നത് 65 വയസ്സാണ്. എന്നാൽ ഹൈക്കോടതി ജഡ്ജിമാരുടെ റിട്ടയറിംഗ് ഏജ് എന്ന് പറയുന്നത് 62 വയസ്സാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓപ്പറേഷൻ സിന്ദൂർ ഓരോ ഇന്ത്യക്കാരൻ്റെയും അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ 9 ടെററിസ്റ്റ് ക്യാമ്പുകളിലേക്ക് നമ്മളുടെ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സ് അയച്ച മിസൈൽ വർഷങ്ങൾക്ക് നമ്മൾ നൽകിയ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. നമുക്കറിയാം, 2025 ഏപ്രിൽ 22 ഇന്ത്യയുടെ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് പഹൽഗാം അറ്റാക്ക് നടന്നു. തൊട്ടടുത്ത ദിവസം ഏപ്രിൽ 23, 2025 പാകിസ്ഥാന്റെ ലൈഫ് ലൈൻ എന്നറിയപ്പെടുന്ന പാകിസ്ഥാന്റെ നാഷണൽ റിവറായ ഇൻഡസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റി ഇന്ത്യ ക്യാൻസൽ ചെയ്തു. ഇൻഡസ് ട്രീറ്റി. നമുക്കറിയാം, ഇൻഡസ് വാട്ടർ ട്രീറ്റി 1960 പാകിസ്ഥാന്റെ പ്രസിഡന്റായ മുഹമ്മദ് അയൂബ് ഖാനും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായ പണ്ഡിറ്റ് നെഹ്റുവും കൂടി സൈൻ ചെയ്ത ട്രീറ്റിയാണ്. ഈ ട്രീറ്റിയാണ് പഹൽഗാം അറ്റാക്കിന്റെ പിറ്റേ ദിവസമായ 2025 ഏപ്രിൽ 23 നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 7, 2025 എന്നുള്ള കാര്യം ഒരു കാരണവശാലും നമ്മൾ മറന്നു പോകരുത്. ഇതിന് നമ്മൾ ഉപയോഗിച്ച മിസൈൽ എന്ന് പറയുന്നത് സ്കാൾപ്പ് മിസൈലാണ്. ഇതിൻ്റെ മറ്റൊരു പേര് എന്നറിയപ്പെടുന്നത് സ്റ്റോം ഷാഡോ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അതുപോലെ ഈ സ്കാൾപ്പ് മിസൈല് വർഷിക്കാൻ നമ്മൾ ഉപയോഗിച്ച ഫൈറ്റർ ജെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രാൻസിൽ നിന്ന് മേടിച്ച റാഫേൽ വിമാനമാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് റഫേൽ വിമാന കരാറിൽ ഒപ്പിട്ടത് എന്ന് ചോദിക്കും. ഫ്രാൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ റഫേൽ വിമാന കരാർ ഒപ്പിട്ടത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതായത് നിലവിലെ സാഹചര്യത്തിൽ നമ്മളുടെ നേവിയുടെ കേപ്പബിലിറ്റി കൂട്ടാൻ വേണ്ടി ഇന്ത്യൻ നേവിയാണ് റഫേൽ മറൈൻ ഫൈറ്റേഴ്സ് മേടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നൗ യു മേ തിങ്ക് അബൌട്ട് വൈ ഇറ്റ് ഈസ് ഇന്ത്യൻ നേവി. ഈ എയർക്രാഫ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് എയർഫോഴ്സിൻ്റെ അല്ലേ എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ നേവിയുടെ INS വിക്രാന്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. INS വിക്രാന്തിൻ്റെ പ്രത്യേകത ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിജിനസ് ആയ എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പാണ് INS വിക്രാന്ത്. നമുക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു പദ്ധതിയായിരുന്നു. മലയാളികൾക്ക് കുറച്ചുകൂടി അഭിമാനിക്കാം, കാരണം നമ്മളുടെ കൊച്ചിയിലാണ് ഈ പറയുന്ന INS വിക്രാന്ത് നമ്മൾ കമ്മീഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം ഫ്രാൻസുമായിട്ട് $7.4 ബില്യൺ എഗ്രിമെന്റിലാണ് നമ്മൾ ഈ എയർക്രാഫ്റ്റ് എഗ്രിമെന്റ് ഒപ്പിട്ടത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൂയി 14 മാർപ്പാപ്പയെ കുറിച്ചാണ്. 267ാമത്തെ മാർപ്പാപ്പയായിട്ടാണ് ലൂയി 14 തിരഞ്ഞെടുക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ് എന്നുള്ളതാണ് എന്നുള്ള കാര്യം ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാം, ആഗോള കത്തോലിക്ക സഭയുടെ ആത്മീയ നേതാവാണ് ഈ മാർപ്പാപ്പ എന്ന് പറയുന്നത്. മാർപ്പാപ്പയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വാറ്റിക്കാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണതലപ്പത്തിരിക്കുന്ന വ്യക്തി കൂടിയാണ് മാർപ്പാപ്പ എന്നുള്ളതാണ് മാർപ്പാപ്പയുടെ പ്രത്യേകത. അതായത് നമ്മളുടെ രാജ്യത്തിൻ്റെ ഭരണതലപ്പത്തിരിക്കുന്നത് ആ രാജ്യത്ത് ജനിച്ച വ്യക്തികൾ തന്നെയായിരിക്കും. ഇപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് സിറ്റിസൺ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റാണ്. ഇന്ത്യൻ പ്രസിഡന്റ് ഒരു ഇന്ത്യക്കാരനാണ്. എന്നാൽ വാറ്റിക്കാൻ സിറ്റിയുടെ
പരമോന്നത പദവിയിലിരിക്കുന്ന മാർപ്പാപ്പ എന്ന് പറയുന്നത് അദ്ദേഹം വേറൊരു രാജ്യത്ത് ജനിച്ചിട്ടാണ് വാത്തിക്കാൻ്റെ തലപ്പത്തേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അതായത് അമേരിക്കയിൽ നിന്നാണ് ഇത്തവണത്തെ മാർപ്പാപ്പ വരുന്നത്. ആദ്യമായിട്ടാണ് അമേരിക്കയിൽ നിന്ന് ഒരാൾ മാർപ്പാപ്പ എത്തുന്നത് എന്നുള്ള കാര്യം കൂടി ഇത്തവണത്തെ പ്രത്യേകതയാണ്. നമ്മൾ പറഞ്ഞു വാത്തിക്കാൻ സിറ്റിയുടെ പരമോന്നത തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് മാർപ്പാപ്പ എന്ന് പറയുന്നത്. വാത്തിക്കാൻ സിറ്റി ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ രാജ്യം എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് ആ രാജ്യത്തെ ഭരണത്തെ നമ്മൾ വിളിക്കുന്നത് ഒരു തിയോക്രാറ്റിക് രാജ്യം എന്നുള്ളതാണ്. നമ്മളുടെ ഇംഗ്ലീഷ് എക്സാമുകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. എന്താണ് ഈ തിയോക്രസി എന്ന് പറയുന്നത്? തിയോക്രസി എന്ന് പറയുന്നത് ദൈവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാർ ഭരിക്കുന്ന സ്ഥലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ തിയോക്രസി ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആണ്, ഒരു ഡെമോക്രസി ഫോളോ ചെയ്യുന്ന രാജ്യമാണ്. എന്നാൽ വാത്തിക്കാൻ സിറ്റി എന്ന് പറയുന്നത് ഒരു തിയോക്രാറ്റിക് രാജ്യമാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബാങ്കിങ് കറണ്ട് അഫെയർ ആണ്. ബാങ്ക്സ് ഓഫ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് പൂനം ഗുപ്ത ചുമതലയേറ്റു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളുടെ എക്സാമുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്രയാണ്. സാധാരണഗതിയിൽ നമ്മുടെ എക്സാമുകൾക്ക് ചോദിച്ച് കണ്ടിരിക്കുന്നത് വാട്ട് ഈസ് ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് സഞ്ജയ് മൽഹോത്ര എമോങ് ദ ഗവർണേഴ്സ് ഓഫ് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കിൻ്റെ എത്രാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര എന്നുള്ളൊരു ചോദ്യം കാണാറുണ്ട്. 26ാമത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയുടെ ക്യാപിറ്റലായ മുംബൈയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുംബൈയെ വിളിക്കുന്ന നിക് നെയിം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റലാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും ആന്റണി അൽബാനിസിനെ തിരഞ്ഞെടുത്തു എന്നുള്ള വാർത്തയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു ഇൻ്റർനാഷണൽ ലീഡറിൻ്റെ പേര് പഠിക്കുമ്പോൾ അയാളുടെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേര് കൂടി നമ്മൾ അതിൻ്റെ കൂടെ പഠിക്കണം. സോ ആന്റണി അൽബാനിസ് ഓസ്ട്രേലിയൻ ലേബർ പാർട്ടിക്കാരനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാൻബറയും ഓസ്ട്രേലിയയുടെ കറൻസി എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ഡോളറാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർസ് ആണ്. 2025 സൂപ്പർ കപ്പ്. നമ്മളോട് സാധാരണഗതിയിൽ ഒരു കപ്പിൻ്റെ പേര് നൽകിയതിന് ശേഷം ഇത് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നമ്മളോട് എക്സാമുകളിലോട് ചോദിക്കാറുണ്ട്. 2025 സൂപ്പർ കപ്പിൻ്റെ ജേതാക്കൾ എന്ന് പറയുന്നത് FC ഗോവയാണ് എന്നുള്ള കാര്യം ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി സൂപ്പർ കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മത്സരമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഫൈനലിൽ 2025 സൂപ്പർ കപ്പിൽ ജേതാവാകുമ്പം FC ഗോവ പരാജയപ്പെടുത്തുന്നത് ജംഷഡ്പൂർ FCനെയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതായത് ആ മത്സരത്തിലെ റണ്ണറപ്പുകൾ അല്ലെങ്കിൽ 2025 സൂപ്പർ കപ്പിലെ റണ്ണറപ്പുകൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജംഷഡ്പൂർ FC ആണ്. ഇനി നമ്മളുടെ എക്സാമുകൾക്ക് പ്രധാനമായി ചോദിക്കുന്ന ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കപ്പുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. സന്തോഷ് ട്രോഫി സ്ഥിരമായി എക്സാമുകൾക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ട്രോഫിയാണ് ഈ സന്തോഷ് ട്രോഫി. സന്തോഷ് ട്രോഫി ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ ദുരന്ത് കപ്പ്, ഫെഡറേഷൻ കപ്പ്, ഐ ലീഗ്, ISL, സുബ്രോട്ടോ കപ്പ്, റോവേഴ്സ് കപ്പ്, IFA ഇതെല്ലാം ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കപ്പുകളാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്നീ വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർസ് ആണ്. എക്സാമുകൾക്ക് ചോദിക്കുന്ന പാറ്റേണുകൾ എന്ന് പറയുന്നത് ഒരു ബുക്കിൻ്റെ പേര് നൽകിയതിന് ശേഷം ഇതിൻ്റെ ഓതർ ആരാണ് എന്നായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുസ്തകം എന്ന് പറയുന്നത് ഐ ലൈക്ക് ചലഞ്ചസ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകം എഴുതിയത് ആനന്ദീബൻ പട്ടേലാണ്. നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഈ ആനന്ദീബൻ പട്ടേൽ എന്ന് പറയുന്നത്. അതായത് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി പദവി അലങ്കരിക്കുന്ന ആദ്യത്തെ വനിത എന്ന് പറയുന്നത് ആനന്ദീബൻ പട്ടേലാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോകസഭാ സീറ്റുകളുള്ള, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകളുള്ള, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അസംബ്ലി സീറ്റുകളുള്ള ഉത്തർപ്രദേശിൻ്റെ ഗവർണർ പദവി അലങ്കരിക്കുന്ന വ്യക്തി കൂടിയാണ് ആനന്ദീബൻ പട്ടേൽ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം, ഉത്തർപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്
ഇൻഡെക്സ് ആൻഡ് റാങ്കിങ് എന്നീ വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മുടെ എക്സാമുകളുടെ പാറ്റേണുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ ഇൻഡെക്സും റാങ്കിങ്ങും എന്ന് പറയുന്നത്. അതായത് പലതവണയും നമ്മുടെ എക്സാമുകൾക്ക് ചോദിക്കുന്നതിൽ ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിരിക്കുന്ന ഇൻഡെക്സിൽ ഫസ്റ്റ് പൊസിഷനിൽ ഫസ്റ്റ് റാങ്ക് ആർക്കാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ റാങ്കിങ് എത്രയാണ് എന്നൊക്കെയുള്ള കാര്യമാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും ഏത് റാങ്കിങ് പഠിക്കുകയാണെങ്കിലും ഇന്ത്യയുടെ പൊസിഷൻ കൃത്യമായി പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് 2025 ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഐസ്ലാൻഡ് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം ഐസ്ലാൻഡിൻ്റെ കറൻസി എന്ന് പറയുന്നത് ഐസ്ലാൻഡ് ക്രോണയാണ്. ഐസ്ലാൻഡിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റെയ്ക്വിക് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി സെക്കൻഡ് പൊസിഷനിൽ 2 രാജ്യങ്ങളാണ് എത്തിയിരിക്കുന്നത്. ഒന്ന് നമ്മളുടെ നോർവേ ആണ്. നോർവേയുടെ ക്യാപിറ്റൽ ഓസ്ലോയും നോർവേയുടെ കറൻസി നോർവീജിയൻ ക്രോണുമാണ്. സ്വിറ്റ്സർലൻഡ് ആണ് അടുത്ത രാജ്യം എന്ന് പറയുന്നത്. സെക്കൻഡ് പൊസിഷനിലെത്തിയ 2 രാജ്യങ്ങളിലെ രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ്. സ്വിറ്റ്സർലൻഡിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബേൺ ആണ്. സ്വിറ്റ്സർലൻഡിൻ്റെ കറൻസി എന്ന് പറയുന്നത് സ്വിസ് ഫ്രാങ്ക് ആണ്. ഇനി നമ്മളുടെ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 130ാമത്തെ റാങ്കാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഈ 130ാമത്തെ റാങ്കുള്ള മറ്റൊരു രാജ്യം കൂടിയുണ്ട്. അത് നമ്മളുടെ അയൽ രാജ്യമായ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന, ഇന്ത്യ ഷെയർസ് ഇറ്റ്സ് ലോങ്ങസ്റ്റ് ബൗണ്ടറി വിത്ത് ബംഗ്ലാദേശ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിനാണ് 130ാമത്തെ റാങ്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യക്കും 130ാമത്തെ റാങ്കാണ്. ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റൽ ധാക്കയാണ്. ബംഗ്ലാദേശിൻ്റെ കറൻസി സ്ഥിരമായി നമ്മളുടെ എക്സാമുകൾക്ക് ചോദിച്ചു എന്ന് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ബംഗ്ലാദേശിൻ്റെ കറൻസി എന്ന് പറയുന്നത് ടക്കയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. പഠിക്കാൻ എളുപ്പമാണ്. ധാക്ക ടക്ക എന്ന് പറഞ്ഞ് നമുക്കത് പഠിക്കാൻ സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻ്റർനാഷണൽ അപ്പോയിൻമെൻ്റ് ആണ്. സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും ലോറൻസ് വോങ്ങിനെ തിരഞ്ഞെടുത്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, സാധാരണഗതിയിൽ നമ്മൾ ഇൻ്റർനാഷണലി ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ പഠിക്കുമ്പോൾ അദ്ദേഹം ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്കാരനാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ നോട്ട് ചെയ്യാറുണ്ട്. സോ ലോറൻസ് വോങ് എന്ന് പറയുന്നത് പീപ്പിൾസ് ആക്ഷൻ പാർട്ടിക്കാരനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ സിംഗപ്പൂരിൻ്റെ കറൻസി എന്ന് പറയുന്നത് സിംഗപ്പൂർ ഡോളറാണ്. സിംഗപ്പൂരിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സിംഗപ്പൂർ തന്നെയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതായത് നമുക്ക് യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ച 193 രാജ്യങ്ങളാണ് ഉള്ളത്. സോ നമ്മളുടെ കറണ്ട് അഫെയർ സെഷനുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു രാജ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അപ്പോൾ തന്നെ ആ രാജ്യത്തിൻ്റെ കറൻസിയും ക്യാപിറ്റലും കൂടി പഠിച്ചു വെക്കുക. ദാറ്റ് വിൽ ബി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഫെസ്റ്റിവൽ സ്ഥിരമായി നമുക്ക് എക്സാമുകൾക്ക് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. ഫെസ്റ്റിവൽ നൽകിയതിന് ശേഷം ഇത് ഏത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ ഇത്തവണ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രഥമ ദുധുവ ഫെസ്റ്റിവലിന് വേദിയാകുന്ന സംസ്ഥാനമായ ഉത്തർപ്രദേശിനെ കുറിച്ചാണ്. സത്യത്തിൽ ഉത്തർപ്രദേശിലെ ഒരു നാഷണൽ പാർക്കാണ് ഈ ദുധുവ എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിൽ ആകെ ഒരൊറ്റ നാഷണൽ പാർക്കേ ഉള്ളൂ. അത് നമ്മളുടെ ദുധുവ നാഷണൽ പാർക്കാണ്. നാഷണൽ പാർക്കുകളുടെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതായത് സ്റ്റാറ്റിക് ജികെയിൽ നിന്ന് എല്ലായ്പ്പോഴും നമ്മളുടെ എക്സാമുകൾക്ക് ചോദിക്കാറുള്ളത് നാഷണൽ പാർക്കുകളെ കുറിച്ചാണ്. നാഷണൽ പാർക്കിൻ്റെ പേര് നൽകിയതിന് ശേഷം നമ്മളോട് ചോദിക്കും, ഇത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് ഈ നാഷണൽ പാർക്ക് ഉള്ളത് എന്നാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. അപ്പോൾ ദുധുവ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ നാഷണൽ പാർക്കാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇന്ത്യയിൽ മൊത്തം 106 നാഷണൽ പാർക്കുകളാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഹെമിസ് നാഷണൽ പാർക്കാണ്. ഹെമിസ് നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിയൻ ടെറിട്ടറിയായ ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് നാഷണൽ പാർക്ക് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഉത്തരാഖണ്ഡിലാണ് ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഒരിക്കൽ എക്സാമിന് ചോദിച്ചതാണ്, ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ ഏത് ജീവിയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ എന്ത് ജീവിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നമ്മൾ ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥാപിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാൾ ടൈഗർ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിലവിലെ CBI ഡയറക്ടർ പ്രവീൺ സൂദിൻ്റെ ടെന്യൂർ 1 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനാണ് ഈ CBI എന്ന് പറയുന്നത്. CBIയുടെ ഡയറക്ടർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് പ്രവീൺ സൂദ്. CBI എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഹോം അഫയേഴ്സ് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഇന്ത്യയുടെ ഹോം അഫയേഴ്സ് മിനിസ്റ്റർ എന്ന് പറയുന്നത് അമിത് ഷായാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക.
Next we are going to discuss about Sudarshana Chakra, ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റം. 2025 മെയിൽ നടന്ന പാകിസ്ഥാൻ ആക്രമണത്തിൽ നിന്ന് പാക് മിസൈലുകളെ തകർത്ത ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന് ഇന്ത്യ നൽകിയ പേരാണ് ഈ സുദർശന ചക്ര എന്നുള്ളത്. നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്നാണ് ഈ സുദർശന ചക്ര മേടിച്ചിരിക്കുന്നത്. റഷ്യ ഇതിന് നൽകിയ പേര് എന്ന് പറയുന്നത് S-400 ആണ്. 360 ഡിഗ്രിയിൽ നമ്മളുടെ ശത്രു രാജ്യത്ത് നിന്ന് വരുന്ന മിസൈലുകളെയും ഫ്ലൈറ്റുകളെയും നിർവീര്യമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് സുദർശന ചക്രയുടെ സ്പെഷ്യാലിറ്റി. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സിൽ നിന്ന് CCA ബില്ലിയാർഡ് ക്ലാസിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഇത്തവണത്തെ CCA ബില്ലിയാർഡ് ക്ലാസിക് 2025 ജേതാവായത് നമ്മളുടെ ഇന്ത്യയുടെ പങ്കജ് അദ്വാനിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സിൽ നിന്നുള്ള സുധീർമാൻ കപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം ബാഡ്മിൻ്റനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കപ്പാണ് സുധീർമാൻ കപ്പ്. ഇത്തവണത്തെ 2025 സുധീർമാൻ കപ്പ് നേടിയിരിക്കുന്നത് ചൈനയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ബാഡ്മിൻ്റനുമായി ബന്ധപ്പെട്ട് എക്സാമുകൾക്ക് ചോദിക്കുന്ന കപ്പുകൾ ഏതൊക്കെയാണ് എന്നുകൂടി നമുക്ക് നോക്കാം. തോമസ് കപ്പ്, സുധീർമാൻ കപ്പ്, യോനെക്സ് കപ്പ്, മലേഷ്യൻ കപ്പ്, നാരങ് കപ്പ്, ഊബർ കപ്പ്, ഇതെല്ലാം എക്സാമുകൾക്ക് സ്ഥിരമായി ബാഡ്മിൻ്റനുകളിൽ നിന്ന് ചോദിക്കുന്ന കപ്പുകളാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ജുഡീഷ്യൽ അപ്പോയിൻമെൻ്റ് ആണ്. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് സുപ്രീം കോടതി ജഡ്ജായ ജസ്റ്റിസ് സൂര്യകാന്തിനെ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റിസ് BR ഗവായിയെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ജസ്റ്റിസ് സൂര്യകാന്ത് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ്സ് ആൻഡ് ഡേ എന്നീ വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. മെയ് 11 നാഷണൽ ടെക്നോളജി ഡേ. ഈ അടുത്ത് എക്സാമുകൾക്ക് കണ്ടുവരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, ഒരു ഡേറ്റ് തന്നിട്ട് ആ ഡേറ്റിൻ്റെ തീം എന്താണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഇത്തവണ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ ടെക്നോളജി ഡേ, മെയ് 11 നമ്മൾ ആഘോഷിക്കുന്ന നാഷണൽ ടെക്നോളജി ഡേയുടെ തീമായ യന്ത്രയെക്കുറിച്ചാണ്. യന്ത്രയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് യുഗാന്തർ ഫോർ അഡ്വാൻസിങ് ന്യൂ ടെക്നോളജി റിസർച്ച് ആൻഡ് ആക്സിലറേഷൻ എന്നുള്ളതാണ്. മെയ് 11 2025 തീമാണ് യന്ത്ര എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി നാഷണൽ ടെക്നോളജി ഡേ ആയിട്ട് നമ്മൾ മെയ് 11 ആഘോഷിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ രണ്ടാമത്തെ ന്യൂക്ലിയർ എക്സ്പെരിമെൻ്റ് പൊക്രാനിൽ നമ്മൾ 1998 നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മെയ് 11 നാഷണൽ ടെക്നോളജി ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ എക്സ്പെരിമെൻ്റ് 1974 അതും പൊക്രാനിൽ തന്നെ ആയിരുന്നു. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയും രണ്ടാമത് നമ്മളുടെ ന്യൂക്ലിയർ എക്സ്പെരിമെൻ്റ് സമയത്ത് അടൽ ബിഹാരി വാജ്പേയിയുമായിരുന്നു എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 12 ആണ്. മെയ് 12 പ്രത്യേകത നമുക്കറിയാം, ഇന്റർനാഷണൽ നേഴ്സസ് ഡേ ആണ്. ഇന്റർനാഷണൽ നേഴ്സസ് ഡേക്ക് ഇത്തവണ നൽകിയ തീം എന്ന് പറയുന്നത് അവർ നേഴ്സസ് അവർ ഫ്യൂച്ചർ കെയറിംഗ് ഫോർ നേഴ്സസ് സ്ട്രെങ്തൻസ് എക്കോണമീസ് എന്ന് പറയുന്ന പ്രമേയമാണ് നമ്മൾ നൽകിയത്. നമുക്കറിയാം ഫ്ലോറൻസ് നൈറ്റിൻഗേളിൻ്റെ ബർത്ത്ഡേ ആണ് ഈ മെയ് 12. അതാണ് നമ്മൾ ഇന്റർനാഷണൽ നേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം ഇത്തവണത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിം നടത്താൻ പോകുന്നത് ബീഹാറിലാണ്. ബീഹാറിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാട്നയാണ്. ബീഹാറിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് നിതീഷ് കുമാറാണ്. ഇത്തവണത്തെ നമ്മളുടെ ഖേലോ യൂത്ത് ഗെയിമിന് നമ്മൾ നൽകിയിരിക്കുന്ന മസ്കോട്ട് എന്ന് പറയുന്നത് ഗജ് സിംഗ് ആണ്. സ്ഥിരമായ എക്സാമുകൾക്ക് ഈ മസ്കോട്ടുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇത്തവണത്തെ മസ്കോട്ട് എന്ന് പറയുന്നത് ഗജ് സിംഗ് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ നിർമ്മാണ യൂണിറ്റിനെ കുറിച്ചാണ്. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററായ രാജ്നാഥ് സിംഗ് ആണ്. നമുക്കറിയാം ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ എന്ന് പറയുന്നത് ഇന്ത്യയും റഷ്യയും സംയുക്തമായി
ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മിസൈലാണ്. എക്സാമ്പിൾക്ക് സ്ഥിരമായി ചോദിക്കും, ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് ഈ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ കൊണ്ടുവരുന്നത് എന്നുള്ളത്. അത് റഷ്യയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന പേര് ഏതൊക്കെ നദികളുടെ സംയുക്തമാണ് എന്നുള്ള കാര്യം കൂടി ചോദിക്കും. ബ്രഹ്മോസ് ഇന്ത്യയുടെ ബ്രഹ്മപുത്ര നദിയും റഷ്യയുടെ മോസ്കോവ നദിയും തമ്മിലുള്ള സംയുക്തമാണ് ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന പേര് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഉത്തർപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥാണ്. ഉത്തർപ്രദേശിന്റെ ഗവർണർ എന്ന് പറയുന്നത് ആനന്ദിബെൻ പട്ടേലാണ്. ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലക്നൗ ആണ്. ഇതോടുകൂടി ഈ വീക്കിലെ എഡുകാരൻ്റെ കറണ്ട് അഫയർ സെഷൻ അവസാനിക്കുന്നു. താങ്ക് യു. ബൈ.